ആപ്പിൾ ചെടി കയ്യെത്താവുന്നതിലും ഉയരത്തിൽ വന്നപ്പോൾ ഒന്ന് ട്രിം ചെയ്യണം തോന്നി. അപ്പോൾ ട്രിം ചെയ്തെടുത്ത ശിഖരം ഒരു 23 ഇഞ്ച് ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ടു. അപ്പോൾ ഒരു ചോദ്യം, ഇത് മുളച്ച് വരാൻ അഥവാ പൊടിച്ച് വരാൻ സാധ്യത ഉണ്ടോ? വായിച്ചു നോക്കിയപ്പോൾ റൂട്ടിംഗ് ഹോർമോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊടിച്ച് വരാൻ സാധ്യതയുണ്ട്, തളിർക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അത്ര വളരെ അധികം സാധ്യതയൊന്നുമില്ല, ചെറിയ സാധ്യതയുള്ളൂ. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ചെടികൾക്ക് വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവാറില്ല എന്നാണ്. മുമ്പ് ഞാൻ അതേപോലെ 2 കമ്പ് നട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ലെയറിങ് ചെയ്ത് നോക്കി, അതും വിജയിച്ചില്ല. പിന്നെ ഇപ്പം എന്താ വീണ്ടും ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു ആപ്പിളിന് ക്രോസ് പോളിനേഷൻ വേണം, എന്നാലേ ആപ്പിൾ ഉണ്ടാവും. ഒന്നാമത് പൂടോന്ന് തന്നെ അറിയില്ല, ഈ നാട്ടിൽ ഈ ചൂട് സ്ഥലത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സാധാരണ നല്ല തണുപ്പുള്ള സ്ഥലത്താണല്ലോ ആപ്പിളൊക്കെ വളരുക. എന്തായാലും പരീക്ഷണങ്ങളാണല്ലോ. അപ്പോൾ 2 ചെടി വേണം മിനിമം. അപ്പോൾ ഇനിയിപ്പോൾ ആ നഴ്സറിയിൽ ഇപ്പോൾ പോയാലും ഒരു കൊല്ലത്തിലധികമായി. ഇപ്പോൾ ഇനി അവിടെ ആപ്പിൾ ചെടി ഉണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കിയിട്ടുമില്ല. അപ്പോൾ ഇതൊരു വീണ്ടും ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. എളുപ്പമുള്ള പണിയാണല്ലോ, എന്തായാലും ട്രിം ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഒരടിയോളം നീളമുള്ള ഒരു കമ്പ് കിട്ടി, കുത്തി വെച്ചു. പിന്നെ ചെടിച്ചട്ടിയിൽ അടുത്ത് കാണുന്നത് താമരയും, പിന്നെ ഉള്ളിൽ കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഒരു ഈന്തപ്പനയുടെ തൈയൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ വന്നോട്ടെ.